അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം നമ്മിലേക്ക് വന്നിരിക്കുന്നു. അള്ളാഹു മുത്തുനബിയോടുള്ള മഹബത്തും സ്നേഹവും അവിടുത്തെ കീർത്തനങ്ങൾ അധികരിപ്പിക്കാനും സ്നേഹം അധികരിപ്പിക്കാനും ഒക്കെ ഈ മാസത്തിൽ പ്രത്യേകമായും എല്ലാ സമയത്തും അവിടുത്തെ സുന്നത്തുകളെ പിൻപറ്റി മഹബത്തോടുകൂടെ ജീവിച്ച് വിജയിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകട്ടെ, ആമീൻ. ഈ സമയത്ത് ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് പാടുന്നതും പറയുന്നതും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നാം പകരേണ്ട സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള നല്ലൊരു സമയമായിട്ടാണ് റബീഉൽ അവ്വൽ മാസത്തെ ലോക മുസ്ലിമീങ്ങൾ വിശ്വാസികൾ കാണുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ സമയം അവിടുത്തെ മദ്ഹുകളിലും കീർത്തനങ്ങളിലും വ്യാപൃതരാവുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. എല്ലാവരും വല്ലാതെ ഭയവിഹ്വലമായി നിൽക്കുന്ന, വളരെ പ്രയാസപ്പെടുന്ന സമയമാണല്ലോ ഖിയാമത്ത് നാളിന്റെ. അതിനോട് അനന്തരമായി ഉണ്ടാകുന്ന മഹ്ശറും അതുപോലെയുള്ള സിറാത്തിലും നമ്മുടെ നന്മതിന്മകൾ കണക്കാക്കുന്ന ഹിസാബിന്റെ വേളകളിലുമൊക്കെ അവിടെയെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപക്ഷെ സ്വർഗം ഉദ്ഘാടനം ചെയ്ത് നേരെ അവിടത്തേക്ക് നിർണയിക്കപ്പെട്ട വലിയ പദവിയിലേക്ക് പോയി അവിടെ അനുഗ്രഹീതനായി അവിടെ സന്തോഷത്തോടുകൂടെ ഒന്നും ആലോചിക്കാതെ കഴിഞ്ഞുകൂടാം. പക്ഷേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട നമ്മൾ പോലത്തെ പാവങ്ങളായ ഒന്നിനും കൊള്ളാത്തവരായ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനം അവിടുന്ന് ചെയ്യുന്നത് നമുക്ക് ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. മീസാനിന്റെ അടുത്തും സിറാത്തിന്റെ അടുത്തും നമ്മുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും റബ്ബി സല്ലിം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവേ എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളാണ്, ഇവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, റബ്ബി സല്ലിം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ആ സിറാത്തിലും മീസാനിലും അത്തരം വലിയ നമുക്ക് കടന്നു കടക്കേണ്ട കടമ്പകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ശഫാഅത്തിന് വേണ്ടി റെക്കമെൻഡിന് വേണ്ടി വരുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ നേതാവിനെ കുറിച്ച് കൂടുതൽ പറയാനും അറിയാനും ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്ത് ആ ശഫാഅത്തിൽ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് പങ്കെടുക്കാനും ഒരു ഇടം ലഭിക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം യൂസുഫ് സ്വാലിഹി അവിടുത്തെ സുബുലുൽ ഹുദയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, ആരെങ്കിലും നമ്മളെ കൊണ്ട് സന്തോഷിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആരെങ്കിലും നമ്മളെ കൊണ്ട് സന്തോഷിച്ചാൽ നമ്മൾ അവരെ കൊണ്ടും സന്തോഷിക്കും. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം വരുമ്പോ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാണ്. ആ ജനനം ഉണ്ടായതുകൊണ്ടാണ് ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഇവിടെയുള്ള ഒന്നും തങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം ആ വലിയ നിഅമത്തിന്റെ ശുക്ർ എന്നുള്ള നിലക്ക്, അതിലുള്ള സന്തോഷം എന്നുള്ള നിലക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ കീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും സ്വഭാവമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ്, അള്ളാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിലെ കുറെ നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരും, എന്നാൽ അവിടെയൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകും. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോ, ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറുമ്പോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മകളുണ്ടാകുമ്പോ നമ്മളെ ജീവിതത്തിലേക്ക് അങ്ങനെ സന്തോഷകരമായ ഓരോ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ അതിന് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അത് സ്വാഭാവികമാണ്. മഹബത്തുള്ളവർക്ക്,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മ ദിവസം, ആ ദിവസമുള്ള മാസം കടന്നു വരുമ്പോ സന്തോഷം പ്രകടമാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ വിവാഹ ചടങ്ങിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ എന്തെങ്കിലും സന്തോഷകരമായ ഒരു രംഗത്തോടനുബന്ധിച്ച്, ഒരു സാഹചര്യത്തോടനുബന്ധിച്ച് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന സന്തോഷങ്ങൾ നല്ല ലൈറ്റുകൾ വെച്ച് അലങ്കരിക്കാറുണ്ട് നമ്മുടെ വീടും പരിസരവും, അല്ലെ? വിവാഹത്തോടനുബന്ധിച്ച് എന്തൊക്കെ വർണ്ണ ലൈറ്റുകൾ നമ്മൾ പിടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പൂക്കൾ വെച്ച് നമ്മുടെ വാഹനങ്ങൾ അലങ്കരിക്കാറുണ്ട്. അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം വരുമ്പോ ഇത്തരം അനുവദനീയമായ സന്തോഷ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നവരും അവരുടെ വീട്ടിൽ നടക്കുന്ന ഇത്തരം സന്തോഷഘട്ടങ്ങളിൽ പുതിയതായിട്ട് പ്രത്യേകമായിട്ട് ലൈറ്റ് കത്തിക്കാറുണ്ട്, വർണ്ണ ലൈറ്റുകൾ പ്രത്യേകമായിട്ട് ഒരുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സന്തോഷങ്ങളായിരിക്കണം നമ്മൾ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി അതോടുകൂടെ തന്നെ ഇതുപോലെയുള്ള ബഹുമാനപ്പെട്ട ഇമാം റസ്സാഇ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇഖാദുശ് ശുമൂഇ വ ഇംതാഉൽ ബസ്വർ, കണ്ണഞ്ചിപ്പിക്കുന്ന എന്ന് നമ്മൾ പറയുമല്ലോ, ആ രൂപത്തിൽ കണ്ണിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുക്കണം. വിളക്കുകൾ അതനുസരിച്ചുള്ള സന്തോഷം നൽകുന്ന വിളക്കുകൾ കത്തിക്കണം. അതുപോലെ തന്നെ തുസയ്യനുൽ മകാതിബ്, ഇമാം റസ്സാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്ഥാപനങ്ങൾ, മദ്രസകളും പള്ളികളും ഒക്കെ നമ്മൾ വർണ്ണ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അങ്ങനെ അലങ്കാരങ്ങൾ നടത്തണം. അതുപോലെയുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മുടെ മക്കൾക്കൊക്കെ സന്തോഷം നൽകുന്ന, മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുന്ന, മുത്തുനബിയെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരമൊരുക്കുന്ന ഈ റബീഉൽ അവ്വലിനെ നാം ആ രൂപത്തിൽ തന്നെയാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അപ്പോ ജൂതന്മാര് മുഹറം 10 നോമ്പെടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. അപ്പൊ അവരുടെ അടുത്തുനിന്ന് കിട്ടിയ മറുപടി, മൂസാ നബി അലൈഹിസ്സലാമിന് ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിച്ചത് ആ ദിവസമാണ്, അതിനുള്ള ശുക്റായിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്നാണ്. അപ്പോൾ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, നഹ്നു അഹഖു ബി മൂസ, ഞങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ഇങ്ങനത്തെ ഒരു വിജയം ലഭിച്ചപ്പോ, ശത്രുക്കളിൽ നിന്നുള്ള ഒരു രക്ഷ ലഭിച്ചപ്പോ അതിന് നന്ദി അറിയിക്കാൻ നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ ഞങ്ങളാണ്, അതിനുള്ള ബാധ്യസ്ഥർ. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഞങ്ങൾക്കാണ് നിങ്ങളെക്കാൾ ബന്ധമുള്ളത് എന്ന് പറഞ്ഞ് ഇസ്ലാമിലും അങ്ങനെ ഒരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇമാം ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ചില്ലറക്കാരനല്ല, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബുകൾക്ക് വ്യാഖ്യാനം എഴുതിയ ലോക പ്രസിദ്ധ പണ്ഡിതൻ, ഹാഫിദുദ് ദുനിയ എന്നറിയപ്പെടുന്ന വലിയ മഹാൻ പറയുന്നു, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, ഫിഅലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യൻ, പ്രത്യേകമായൊരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയൊരു നിഅമത്ത് ലഭിച്ചതിന്റെ പേരിൽ നമുക്ക് ശുക്ർ, അല്ലാഹുവിന് നന്ദി അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖമത്തിൻ, അത് നിഅമത്ത് ലഭിക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് നീങ്ങിപ്പോവുക, നമ്മൾ പറയല്ലോ നൂലിഴ കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോഴും നമുക്ക് നിഅമത്തിന് ശുക്ർ രേഖപ്പെടുത്താം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വയുആദു ദാലിക ഫീ നളീരി ദാലികൽ യൗം മിൻ കുല്ലി സനത്തിൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ മുഹറം 10-നും എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന മുഹറം 10-ന്റെ നോമ്പ് സുന്നത്താണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിഅമത്തിന്, ആ ജനനം എന്ന നിഅമത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ആ ദിവസത്തിൽ പ്രത്യേകമായ ശുക്ർ രേഖപ്പെടുത്തൽ, അതേ ദിവസം ഓരോ വർഷവും മടങ്ങി ആവർത്തിച്ചു വരുന്നതിൽ ആ ശുക്ർ നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ശുക്ർ? വശുക്രു ലില്ലാഹി യഹ്സുലു ബി അൻവാഇൽ ഇബാദാത്ത്, അല്ലാഹുവിന് ശുക്ർ കൊടുക്കുക, നന്ദി കൊടുക്കുക എന്നുള്ളത്, നന്ദി ചെയ്യുക എന്നുള്ളത് പല രൂപത്തിലുള്ള ഇബാദത്തുകളെ കൊണ്ട് അത് സാധ്യമാകും.
മിനസ്സുജൂദി വസ്സിയാമി വസ്സദഖതി വത്തിലാവ, നിസ്കരിക്കുക, നോമ്പെടുക്കുക, സ്വതക്ക ചെയ്യുക, ഖുർആൻ പാരായണം, ഇതൊക്കെ ഇബാദത്തുകളാണ്. അതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു നിഅമത്തിന് ശുക്റായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വനഹ്വി ദാലിക, അതുപോലെ ഭക്ഷണം കൊടുക്കലും ആളുകൾ ഒരുമിച്ചുകൂടി ആ മുത്തുനബിയുടെ മദ്ഹുകൾ പറയലും, ഇങ്ങനെ വ്യാപകാർത്ഥത്തിലാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ ശേഷം പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെക്കാൾ, ആ ജനനത്തെക്കാൾ വലിയ നിഅമത്ത് ലോകത്ത് ഏതുണ്ട്? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ശുക്ർ, ആ സന്തോഷം രേഖപ്പെടുത്തേണ്ട കാര്യം, അതും നിശ്ചിത ദിവസം തന്നെ, റബീഉൽ അവ്വൽ 12-ന് തന്നെ, അതും ആ സുബഹിയുടെ സമയത്ത് പ്രത്യേകമായും ഒക്കെ ചെയ്യൽ സുന്നത്തായ കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണെന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഈ ഇമാമിങ്ങളൊക്കെ പഴച്ചുപോയി എന്ന് പറയാൻ നമുക്കാവില്ല. ഇവരൊക്കെ ഹദീസുകളും ആയത്തുകളും കണ്ടവരും പഠിച്ചവരും അതിൽ നിന്നാണ് തെളിവ് ഉദ്ധരിക്കുന്നതും. അതുകൊണ്ട് ലോകവിശ്വാസികൾ ഇക്കാലം വരെ അത് വളരെ വിപുലമായിട്ട് തന്നെ നടത്തുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മുത്തുനബിയുടെ കുറെ സുന്നത്തുകൾ എന്റെ ജീവിതത്തിലേക്ക് പകർത്തണം. അതുപോലെ തന്നെ 1,00,000 സ്വലാത്തെങ്കിലും ഈ മാസം കഴിയുമ്പോഴേക്ക് ചൊല്ലി തീർക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് റബീഉൽ അവ്വൽ അവസാനത്തിൽ നമ്മുടെ പ്രേക്ഷകര്, അതുപോലെ തന്നെ നമ്മുടെ മുഹിബ്ബീങ്ങളായ ആളുകൾ, അഹ്ബാബീങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവായിട്ട് തന്നെ ദുആ നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനും അവിടുത്തെ മദ്ഹുകൾ പറയാനും ഒക്കെ നമ്മൾ അവസരം കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് ലൈവായിട്ട് തന്നെ നമുക്ക് മൗലിദുകളും മറ്റു പരിപാടികളും നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചില സൗകര്യങ്ങളുടെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും അതിലൊക്കെ അറിയിക്കുന്നതിനനുസരിച്ച് പങ്കെടുക്കണം. അതുപോലെ തന്നെ ദുആ ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദിയിൽ പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഇമാം ഖല്യൂബി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ വളരെ ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടെയും അത്തരം സദസ്സുകളെ നമ്മൾ സമീപിക്കുകയും അവസരം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതിന് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് മുത്തുനബിയോടുള്ള മഹബ്ബത്തും അവിടത്തോടുള്ള അടുപ്പവും നൽകി മുത്തുനബിയുടെ ആ പൂമുഖം സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.